സ്വാഗതം ടോപ് 10ലേക്ക്. ചൂരൽമലയിലും മേപ്പാടിയിലും ഏറ്റ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. അതിനു മുൻപ് തന്നെ മറ്റൊരു ദുരന്തത്തെ നമ്മൾ മാടി വിളിച്ചു. കള്ളാടിയിൽ നിന്ന് പ്രകൃതി നൽകിയതൊരു മുന്നറിയിപ്പാണ്. മുൻപ് പലതവണ കാട്ടിത്തന്നിട്ടും ബോധം തെളിയാത്തവർക്കായുള്ള അവസാന മുന്നറിയിപ്പ്. വൻകിട കോൺട്രാക്ടർമാരുടെ ലാഭക്കണക്കുകൾക്കും രാഷ്ട്രീയക്കാരുടെ താൽക്കാലിക വികസന മുദ്രാവാക്യങ്ങൾക്കും മുന്നിൽ പശ്ചിമഘട്ടത്തെ ഇനിയും വിട്ടുകൊടുത്താൽ നാളെ ഈ കേരളം ഒരു വലിയ മൺകൂനയായി അറബിക്കടലിലേക്ക് ഒലിച്ചു പോകുന്നത് കാണേണ്ടി വരും. നിലനിൽപ്പിനായി ഈ മണ്ണിനെ നമുക്ക് നെഞ്ചോട് ചേർക്കാം, ഉയിർ പോലെ കാക്കാം. ഇന്നത്തെ വാർത്തകൾ നമുക്ക് സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. ദുരന്തത്തിൽ വിറങ്ങലിച്ച് വയനാട്. മേപ്പാടി മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. അപകടം തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത്. 3 മരണം, 5 പേരെ കാണാനില്ല. 7 പേർ ചികിത്സയിൽ. വൈകിയും രക്ഷാപ്രവർത്തനം. കിടാവർ നായ്ക്കളെ ഉപയോഗിച്ചും പരിശോധന. പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ദുരന്തത്തിൽ കേസെടുത്ത പോലീസ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച വയനാട്ടിലും കോഴിക്കോടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ദുരന്തത്തിന് ആഘാതം കൂട്ടിയത് തുരങ്കപാതയ്ക്കായി മാറ്റിയ മണ്ണ് നീക്കാത്തത്. മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം കമ്പനി അധികൃതർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി. മുന്നറിയിപ്പ് നൽകിയ മിനിറ്റ്സ് പുറത്തുവിട്ട് PWD. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പിന്തുണ. ഉത്തരവാദിത്തം കരാറുകാരന്റെ തലയിൽ മാത്രം കെട്ടിവെച്ച് കൈകഴുകാനാകില്ല എന്ന് BJP. PSC പരീക്ഷാ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷിക്കാമെന്ന് സർക്കാർ നിയമോപദേശം. നേരിട്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ നിയമ സെക്രട്ടറി ഉന്നയിച്ച തടസ്സവാദം നിലനിൽക്കില്ല എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കും. പിശകുകളെ പർവ്വതീകരിക്കുന്നുവെന്ന് PSC. KPCC അധ്യക്ഷ പദവിയിൽ അവകാശവാദം ഉന്നയിച്ച് കൂടുതൽ നേതാക്കൾ. പുനഃസംഘടനയിൽ തീരുമാനമാകാത്തതിൽ പലരും അസംതൃപ്തർ. വേണ്ട സമയത്ത് തന്നെ പരിഗണിച്ചില്ലെന്നും ഇപ്പോൾ അതുണ്ടായാൽ സന്തോഷമെന്നും അടൂർ പ്രകാശ്. തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് എന്ന് AP അനിൽകുമാർ. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകരായ 10 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. നടപടി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടേത്. ഉത്തരവ് ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ആവേശ പോരാട്ടം. അർജന്റീനയ്ക്കെതിരെ ഈജിപ്ത് 1 ഗോളിന് മുന്നിൽ. മെസ്സി പെനാൽറ്റി പാഴാക്കി. സ്വിറ്റ്സർലൻഡ് കൊളംബിയ മത്സരം 1:30-ന്. സ്പെയിനിനോട് തോറ്റു പുറത്തായതിന് പിന്നാലെ പോർച്ചുഗലിന്റെ മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ റോബർട്ടോ മാർട്ടിനസ്. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം T20യിൽ ടോസ് നേടി ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. കോറോ ഹെൽത്ത് ഓഫീസ് ഇന്നും തുറന്നില്ല. വെള്ളിയാഴ്ച വരെ ജീവനക്കാരെ ഓഫീസിൽ പ്രവേശിപ്പിക്കാമെന്ന ധാരണ കമ്പനി ലംഘിച്ചു. ജീവനക്കാരുടെ ഹാജർ നേരിട്ട് രേഖപ്പെടുത്തി ലേബർ ഓഫീസർ. ചർച്ചയ്ക്ക് തയ്യാറാകാതെ കമ്പനി പ്രതിനിധികൾ. അനുകൂല തീരുമാനമില്ലെങ്കിൽ നിയമ നടപടിക്ക് സർക്കാർ. പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ ഒന്നിച്ചു പ്രവർത്തിക്കാൻ ഇന്ത്യ ഇന്തോനേഷ്യ ധാരണ. ഇന്തോനേഷ്യയ്ക്ക് അസ്ത്ര മിസൈൽ കൈമാറും. IIM IIT ക്യാമ്പസുകളിൽ ഇന്തോനേഷ്യയിൽ തുടങ്ങാനും ധാരണ. മോദിക്ക് ഇന്തോനേഷ്യയിൽ ആദരം. പരമോന്നത ബഹുമതിയായ ബിന്തോങ് ആദിപൂർണ സമ്മാനിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷം. എണ്ണ ടാങ്കറിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. ആളപായമോ പരിസ്ഥിതി മലിനീകരണമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഔദ്യോഗിക വിശദീകരണം നൽകാതെ ഇറാൻ. അയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്രയിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യങ്ങളുമായി ആയിരങ്ങൾ. സ്റ്റോറി ഓഫ് ദി ഡേ. കാഴ്ചയിൽ കൗതുകം നിറച്ച് ഒരു നെൽപ്പാടം. വയനാട് കള്ളാടിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3ആയി. കാണാതായ 7 പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷപ്പെട്ട 7 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെയാണ് കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്കപാത നിർമ്മാണത്തിനായി എത്തിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. തൊഴിലാളികളെത്തിയ ബസ് മണ്ണിടിച്ചിൽ അകപ്പെട്ടതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്.
കടയുടെ സമീപം നിന്നവരും നടന്നുപോയവരുമടക്കം തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. அந்த மண்ணு சரியில பார்த்தோன்னே மண்ணு சரியுது ஓடிடுவோம் அப்படின்னு நினைச்சு ஓடி அந்த பாலம் ஒன்று இருந்தது, ஓடி வர முடியல. ஆனால் மண்ணு சளி ஒவ்வொரு கால் வலிக்கிட்டு இருந்துச்சு. ஏமா ஓடி வந்தோம், ஓடி வந்துக்கிட்டு கீழே வந்துருச்சு, பெட்டன் வந்துருச்சு. வந்து காலை இழுத்து கீழே விழுந்து മണ്ണൊക്കെ ഇതായി വണ്ടിക്ക് അടിയിൽ പോയി എപ്പടി വന്നോന്ന് തെരിയല. സ്നിഫർ ഡോഗുകളെ അടക്കം ഉപയോഗിച്ചാണ് കാണാതായവർക്കായുള്ള തിരച്ചിൽ നടത്തുന്നത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, നാട്ടുകാർ അടക്കമുള്ള രക്ഷാപ്രവർത്തകരാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. പരിക്കേറ്റ 7 പേരും മേപ്പാടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 2 പേർ ICUവിലും 5 പേർ വാർഡിലുമായാണ് ചികിത്സയിൽ തുടരുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 പേർ ഡിസ്ചാർജായി. മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. പ്രദേശവാസികളെ കള്ളാടി ഗവൺമെന്റ് LP സ്കൂൾ, മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷൻ, ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് എന്നിവിടങ്ങളിലേക്കാണ് മാറ്റി പാർപ്പിച്ചത്. ഏറാട്ടുകുണ്ട്, അട്ടമല, മമ്മിക്കുന്ന്, അംബേദ്കർ ഉന്നതിയിലെയും ആളുകളെയും മാറ്റി പാർപ്പിച്ചു. സ്കൂളുകളിലേക്ക് പോയ വിദ്യാർത്ഥികളെയും ജോലിക്ക് പോയവരെയും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും. കാലവർഷം ശക്തി പ്രാപിച്ചതിനാൽ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിരുന്നു. മീനാക്ഷി പാലത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത ശേഷം പാലത്തിന്റെ സുരക്ഷയും പരിശോധിക്കും. അമൃത ന്യൂസ്, വയനാട്. വയനാട് കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനം മന്ത്രിമാർ ഏകോപിപ്പിക്കും. മന്ത്രിമാരായ ടി സിദ്ദിഖും AP അനിൽകുമാറിനും ഇതിനുള്ള ചുമതല നൽകിയിരിക്കുകയാണ്. പ്രദേശവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രി ടി സിദ്ദിഖുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വയനാട്ടിലേക്ക് എത്താനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും നിർദ്ദേശം നൽകിയത്. അപകടത്തിന് പിന്നാലെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷൻ, ചൂരൽമല പള്ളിഹാൾ, ചുള്ളിക്ക ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. സ്കൂളുകളിലേക്ക് പോയ കുട്ടികളെ സുരക്ഷിത സ്ഥലത്തെത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഏറാട്ടുകുണ്ട്, അട്ടമല, മമ്മിക്കുന്ന്, അംബേദ്കർ ഉന്നതി എന്നിവിടങ്ങളിലെ ആളുകളെയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. അതേസമയം വയനാട് ജില്ലയിൽ ക്വാറികളുടെയും ദുരന്ത സാധ്യത നേരിടുന്ന ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള മുഴുവൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. അഡ്വഞ്ചർ ടൂറിസം സെന്ററുകളും ട്രക്കിങ്ങുകളും യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കവും നിർത്തിവെച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും അപകട മുന്നറിയിപ്പ് കൊങ്കൺ കമ്പനി അവഗണിച്ചിരുന്നുവെന്നും മന്ത്രി ടി സിദ്ദിഖ് വിമർശിച്ചിരുന്നു. അമൃത ന്യൂസ്, വയനാട്. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റ്യൻ ചേരുകയാണ്. ജോസഫ്, ദുരന്തമുഖത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അതൊരു കനത്ത വെല്ലുവിളി തന്നെയല്ലേ അവിടെ? ശ്രീജ, തീർച്ചയായും ഇപ്പോഴും ഇത്തരത്തിൽ ദുരന്തമുഖത്ത് 5 പേരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ്. രാത്രി മുഴുവനും ഇത്തരത്തിൽ തെരച്ചിൽ നടത്താനാണ് തീരുമാനം. കാലാവസ്ഥ ഒരുപക്ഷെ പ്രതികൂലമായെങ്കിൽ ഇത്തരത്തിൽ നിർത്തിവെക്കാനും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഏതായാലും നാളെ 1 മണിയോടുകൂടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ ദുരന്ത പ്രദേശം സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 76 പേരടങ്ങുന്ന സംഘം NDRFന്റെ നേതൃത്വത്തിലുള്ള സംഘം രൂപീകരിച്ച് 4 സോണുകളിലായി നാളെ പരിശോധന ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ മറ്റു കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ഈ NDRFന്റെ സംഘത്തിന് പുറമെ ഇത്തരത്തിൽ സിവിൽ ഡിഫൻസ് സംഘങ്ങൾ, ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും നാളെ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യവും ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം മന്ത്രിമാർ വിശദീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. നിർമ്മാണ തൊഴിലാളിയാണ്, ദിലീപ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇയാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ബാക്കിയുള്ളവരുടെ നില ഇത്തരത്തിൽ മറ്റുള്ളവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ ചികിത്സാ ചെലവ് ഉൾപ്പെടെ ഒന്നെങ്കിൽ കരാർ കമ്പനി അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖ് ഉൾപ്പെടെ ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നാളെ പൂർണ്ണ തോതിലുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും ഈ പ്രദേശത്ത് നടത്തുക. ഗതാഗതം ഉൾപ്പെടെയുള്ള ഒരു സംവിധാനങ്ങളും ഇങ്ങോട്ടേക്ക് അനുവദിക്കുകയില്ല.
ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രമായിരിക്കും കടത്തിവിടുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാലം ഉൾപ്പെടെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഥമ പരിഗണന ഈ യോഗം ചേർന്നതിനു ശേഷം മന്ത്രിമാർ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇത്തരത്തിൽ കാണാതായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താനുമാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. എന്തായാലും വിവാദങ്ങൾ ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഘട്ടത്തിൽ ഇത് ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ല. ഈ രക്ഷാപ്രവർത്തനം ആദ്യം പൂർത്തിയാകട്ടെ. അതിനുശേഷം ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനിയുടെ അപാകതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരിക്കാം, തീരുമാനമെടുക്കാം, ആ കാര്യത്തിൽ കൂടുതൽ വിശദീകരണമാകാമെന്നുള്ള കാര്യമാണ് മന്ത്രിമാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെ ഇതിനോടകം തന്നെ 3 പേരുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി നാളെ ഈ മൃതദേഹങ്ങൾ എംബാം ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ക്രമീകരണങ്ങളും അതിനുള്ള ചുമതലകളും ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. അതായത് രക്ഷാപ്രവർത്തനത്തിനുള്ള ചുമതലയും അതുപോലെ തന്നെ ഈ ബോഡി കൈമാറ്റം ചെയ്യുന്നതിനുള്ള ചുമതലയും ഈ വീട്ടുകാർക്ക് സഹായം എത്തിക്കുന്നതിനുള്ള ചുമതലയും അങ്ങനെ വിവിധ കാര്യങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ റവന്യൂ ജില്ലാ കളക്ടർ, സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ജോസഫ്, യുദ്ധകാല അടിസ്ഥാനത്തിൽ NDRFനൊപ്പം സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്നാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ശ്രമകരമായൊരു ദൗത്യമാണ് അവർ നടത്തുന്നതെന്ന് നമുക്കറിയാം. കാരണം ശക്തമായ മഴയുണ്ട്. എങ്കിൽ കൂടി എല്ലാവരും ഒന്നു ചേർന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു. നിലവിൽ ആശുപത്രിയിലുള്ള ആളുകളുടെ ഒരു അവസ്ഥ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഈ സന്നദ്ധ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും പുരോഗതിയുള്ളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ടത്, നിലവിൽ 5 പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആശുപത്രിയിൽ നിലവിൽ 7 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇതിൽ എല്ലാവരും നിർമ്മാണ തൊഴിലാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. മാത്രമല്ല ഇതിൽ മലയാളിയായ ഒരു എഞ്ചിനീയർ, കുഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹവും ഇത്തരത്തിൽ എറണാകുളം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബാക്കി ഒരാളുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. 2 പേർ ഇതിനോടകം തന്നെ ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസകരമാണ്. എന്തായാലും ഈ ദുരന്തത്തിൽ മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമാണ്. കാരണം ഇത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഈ സമയം ഇത് മൺസൂൺ സമയം ആയതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ പ്രദേശത്തേക്കൊക്കെ പോകുന്നതാണ്. പക്ഷേ ആർക്കും അങ്ങനെ അപകടമുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ചികിത്സാ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്യാമ്പ് പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തന സജ്ജമാക്കാൻ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൌകര്യം ഉൾപ്പെടെ കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി ആയിരിക്കും ഈ ക്യാമ്പ് പ്രവർത്തിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇത്തരത്തിൽ ഈ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല ഈ ആളുകളെ കൂടുതലായി ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്നുള്ള കാര്യം കൂടി ഇത്തരത്തിൽ സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഏകോപന ചുമതല ഇപ്പോഴും നൽകിയിരിക്കുന്നത് ജില്ലാ കളക്ടർക്കാണ്. ജില്ലാ കളക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത്. ശ്രീജ. ശരി ജോസഫ്, ദുരന്തമുഖത്ത് രാത്രി വൈകിയും ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പക്ഷേ കനത്ത വെല്ലുവിളിയായി ഇടവിട്ട് മഴയും പെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ. മനുഷ്യസാധ്യമായതെല്ലാം തുടക്കത്തിൽ ചെയ്തുവെന്നും റോഡ് ഗതാഗതം എത്രയും വേഗം പുനഃസ്ഥാപിക്കുമെന്നും മന്ത്രി ടി സിദ്ദിഖ് 4 സോണുകളായി പരിശോധന നടത്തുമെന്നും NDRF 66 അംഗ സംഘം നേതൃത്വം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണ തൊഴിലാളികളാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായെന്നും അദ്ദേഹം അറിയിച്ചു. ഏറെ സങ്കടകരമായിട്ടുള്ള ഈ സാഹചര്യം മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ ഏകോപനവും ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ, സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ദ്രുതഗതിയിൽ ആക്ട് ചെയ്യുകയും പരമാവധി സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തു. ഇപ്പോഴുള്ള എല്ലാ ശ്രദ്ധയും 2 കാര്യത്തിൽ ഏകോപനം നടത്താനുള്ള ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. ഒന്ന്, റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റാൻ, ആ പ്രവർത്തനം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എത്തിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത്തത് 4 സോണുകളാക്കി തിരിച്ച് വളരെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് തീരുമാനമെടുക്കുകയാണ്. 4 സോണുകളാക്കി. ആ സോണുകളാക്കിയിട്ടുള്ള പരിശോധന ഇപ്പൊ തന്നെ ആരംഭിക്കുകയാണ്.
രക്ഷാപ്രവർത്തനത്തിന് മുൻഗണനയെന്നും രാത്രിയും തെരച്ചിൽ തുടരുമെന്നും മന്ത്രി AP അനിൽകുമാറും വ്യക്തമാക്കി. കാണാതായ 5 പേരെ കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് രാവിലെ 11:15 മറ്റൊരു ദുരന്തത്തിന് വയനാട് സാക്ഷ്യം വഹിക്കേണ്ട സാഹചര്യം ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമായ കാര്യമാണ്. ഇപ്രാവശ്യം ഞങ്ങൾ ഒറ്റ ഫോക്കസാണ് കൊടുക്കുന്നത്. റെസ്ക്യൂ ഓപ്പറേഷന്റെ കാര്യത്തിലാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കും. ആ റെസ്ക്യൂ ഓപ്പറേഷനകത്ത് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ മഴയും കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥ ഉണ്ടായിട്ട് പോലും റെസ്ക്യൂ ഓപ്പറേഷൻ നല്ല രീതിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ ലഭിച്ച അവിടുന്ന് രക്ഷപ്പെടുത്തിയവരും മരണപ്പെട്ടവരുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അതിശോപ്പ് വന്നിട്ട് നിങ്ങളോട് ഡീറ്റെയിൽഡായിട്ട് പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ നാളത്തെ വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തീകരിക്കണം എന്നുള്ള മിസ്സിംഗ് ആയ 5 ആളുകളെ തന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന ആഗ്രഹത്തിലാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. കള്ളാടിയിൽ ദുരന്തമുണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. PWD പുറത്തുവിട്ട മിനിറ്റ്സ് അത് വ്യക്തമാക്കുന്നുമുണ്ട്. തിരിച്ചറിവ് ഉണ്ടാകാത്തതിന്റെ പരിണിത ഫലമാണ് മണ്ണിടിച്ചിലായി ഇന്ന് വയനാട് അറിഞ്ഞത്. എല്ലാം തുരങ്കപാത നിർമ്മാണ കമ്പനിയുടെ വീഴ്ചയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നു. മണ്ണ് നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് മന്ത്രി നിർദ്ദേശിച്ചിട്ടും കളക്ടർ ഉത്തരവിട്ടിട്ടും പാലിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു. മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിതമെന്ന് ആവർത്തിച്ച മന്ത്രിമാരും രംഗത്ത് വന്നു. രക്ഷാപ്രവർത്തനത്തിന് സർക്കാരിനൊപ്പം നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹവും ആവശ്യപ്പെട്ടു. വയനാട് മണ്ണിടിച്ചിലുണ്ടായതിന് പ്രധാന കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് തുരങ്കപാത നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ വീഴ്ച തന്നെയാണ്. മണ്ണ് നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടറും ദുരന്ത നിവാരണ അതോറിറ്റിയും ജൂൺ 20 തന്നെ ഉത്തരവ് കൈമാറിയിരുന്നു. പൊതുമരാമത്ത് മന്ത്രിയും ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങളൊന്നും പാലിച്ചില്ല എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചത്. മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. ദുരന്ത വിവരം അറിഞ്ഞയുടൻ തന്നെ മന്ത്രിമാരായ T സിദ്ദിഖിനോടും AP അനിൽകുമാറിനോടും വയനാട്ടേക്ക് പുറപ്പെടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. മനുഷ്യനിർമ്മിതമായ ദുരന്തമെന്ന് മന്ത്രിമാർ ആവർത്തിച്ചു. മനുഷ്യനിർമ്മിതമാണ്. ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടും ആ കമ്പനി ഇത് മുൻകൈ എടുത്ത് മണ്ണ് മാറ്റിയില്ല. മാറ്റിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. ഇങ്ങനെ അപകടം സംഭവിക്കും എന്നുള്ളതിൻ്റെ സൂചന വളരെ കൃത്യമായി മീറ്റിങ്ങിലും അല്ലാതെയും കൊങ്കൺ അധികൃതരുടെ മീറ്റിംഗിൽ ഉൾപ്പെടെ നൽകിയിരുന്നതാണ്. പക്ഷെ അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിലുള്ള പാളിച്ചയുണ്ടായിട്ടുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മണ്ണ് കൂട്ടിയിട്ടതാണ്. ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് വർക്ക് നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വർക്ക് തൽക്കാലം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ സൗകര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കി. അതേസമയം ദുരന്ത നിവാരണത്തിനും രക്ഷാപ്രവർത്തനത്തിനും സർക്കാരിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. എന്നാൽ മണ്ണിടിച്ചിലിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട്ടിലെ മണ്ണിടിച്ചിൽ ദുരന്തം വേദനാജനകമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖത്തിൽ ഹൃദയപൂർവ്വം പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അശാസ്ത്രീയമായി വൻതോതിൽ മണ്ണ് തള്ളിയതാണ് ഈ മഹാദുരന്തത്തിന് കാരണമായതെന്ന് സർക്കാർ തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്തം കരാറുകാരന്റെ തലയിൽ കെട്ടിവെച്ച് സർക്കാരിനും പൊതുമരാമത്ത് വകുപ്പിനും കൈകഴുകാൻ കഴിയില്ല. എന്നും കൃത്യമായ മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥരും ഭരണകൂടവും എവിടെയായിരുന്നു എന്നവർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. PSC പരീക്ഷാ ക്രമക്കേടിൽ സർക്കാരിന് നേരിട്ട് അന്വേഷണം പ്രഖ്യാപിക്കാം. ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, അത് മാറിയിരിക്കുകയാണ്. കാരണം അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ നിയമ സെക്രട്ടറി ഉന്നയിച്ച തടസ്സവാദം നിലനിൽക്കില്ല എന്ന് DGPയുടെ നിയമോപദേശം കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തന്നെ. നാളെ ചേരുന്ന മന്ത്രിസഭായോഗം പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കും. അതിനിടെ വിമർശനങ്ങൾ തള്ളി PSC വാർത്താക്കുറിപ്പിറക്കി. ആസൂത്രണ ബോർഡിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുയർന്ന ക്രമക്കേട് ആരോപണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് PSCക്ക് നേരെ നടക്കുന്നത്. PSC തന്നെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും സർക്കാർ നേരിട്ട് അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
എന്നാൽ ഭരണഘടനാ സ്ഥാപനമായ PSCക്ക് മേൽ അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് അന്വേഷണം സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്ന തരത്തിൽ ചില തടസ്സവാദങ്ങൾ നിയമ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിൽ വ്യക്തത വരുത്താനാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം സർക്കാർ തേടിയത്. എന്നാൽ നിയമ സെക്രട്ടറിയുടെ തടസ്സവാദം നിലനിൽക്കില്ല എന്നാണ് DGP സർക്കാരിന് നിയമോപദേശം നൽകിയത്. ഇതോടെ നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചു. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമിനായിരിക്കും അന്വേഷണ ചുമതല. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. അതേസമയം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും വിമർശനങ്ങളും പൂർണ്ണമായും തള്ളി PSC വാർത്താക്കുറിപ്പിറക്കി. ചെറിയ പിഴവുകൾ പർവ്വതീകരിച്ചു കാട്ടുകയാണെന്നും കമ്മീഷൻ യോഗത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്നതടക്കം തെറ്റായ പ്രചാരണമാണെന്നും PSC ഫേസ്ബുക്കിലൂടെ ചൂണ്ടിക്കാട്ടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസിലെ തർക്കം ഇനി KPCC അധ്യക്ഷ പദവിയിലോ? കാരണം പദവിക്കായി അവകാശവാദം ഉന്നയിക്കുകയാണ് കൂടുതൽ നേതാക്കൾ. പുനഃസംഘടനയിൽ തീരുമാനമാകാത്തതിൽ പലരും അസംതൃപ്തരാണ്. വേണ്ട സമയത്ത് തന്നെ പരിഗണിച്ചില്ലെന്നും അതിപ്പോൾ ആയാൽ സന്തോഷമെന്നും അടൂർ പ്രകാശ് പറയുന്നു. തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് എന്നായിരുന്നു AP അനിൽകുമാറിന്റെ പ്രതികരണം. ഒരാൾക്ക് ഒരു പദവി മാനദണ്ഡം ഒഴിവാക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യമുന്നയിച്ചു. പുതിയ KPCC അധ്യക്ഷനെ ഉടൻ നിശ്ചയിക്കണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. പക്ഷേ പദവി പ്രതീക്ഷിച്ച അരഡസൻ നേതാക്കളാണ് ഇപ്പോൾ രംഗത്തുള്ളത്. ഒരാൾക്ക് ഒരു പദവി എന്ന മാനദണ്ഡം ഒഴിവാക്കണമെന്ന ആവശ്യം ദീപാദാസ് മുൻഷിക്ക് മുന്നിൽ ചില നേതാക്കൾ വെച്ചിട്ടുമുണ്ട്. പലതവണയുണ്ടായ അവഗണനയുടെ പരിഭവം തുറന്നു പറഞ്ഞു UDF കൺവീനർ അടൂർ പ്രകാശ്. ഞാൻ ഒരു റേസിലുമില്ല, എന്നെ പരിഗണിക്കുന്നു എങ്കിൽ 100% അതിനകത്ത് സന്തോഷം മാത്രമാണുള്ളത്. അത് പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിലും അതിനവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിറവേറ്റുന്നതാണ്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് എന്ന വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. KPCC ഇനി പുനഃസംഘടിപ്പിക്കുക, അതെങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ആ തീരുമാനം എടുക്കും. അത് എപ്പോൾ വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടതും ഹൈക്കമാൻഡാണ്. എക്കാലത്തും കോൺഗ്രസിന്റെ പുനഃസംഘടനകൾ വരുമ്പോൾ അത് ഏത് പുനഃസംഘടന ആണെങ്കിലും അത്തരം ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ട് വരും. മാനദണ്ഡങ്ങൾ വേണോ മാനദണ്ഡങ്ങൾ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. നിലവിലെ അധ്യക്ഷന്റെ പ്രതികരണം ഇങ്ങനെയാണ്. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ, ജോസഫ് വാഴക്കൻ, KC ജോസഫ്, VS ശിവകുമാർ, മാത്യു കുഴൽനാടൻ എന്നിവരാണ് പദവി ലക്ഷ്യമിട്ട് മുന്നിലുള്ളത്. MK രാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനും അധ്യക്ഷ പദവിയിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അഭിപ്രായ സമന്വയത്തിനായി കേരളത്തിലെത്തിയ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം തുടരുകയാണ്. രാഹുൽ ഗാന്ധി ഈ മാസം 10 വിദേശയാത്ര കഴിഞ്ഞ് ഡൽഹിയിൽ തിരിച്ചെത്തുകയുള്ളൂ. ഇതിനുശേഷമാകും ഡൽഹിയിലെ ചർച്ചകൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകരായ 10 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഉത്തരവ്. പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് S. നസീറയാണ് ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം 10 പ്രതികളുടെയും ജാമ്യാപേക്ഷകൾ തള്ളിയത്. CPM മുൻ കൗൺസിലർമാരായ IP ബിനു, ആറ്റുകാൽ ഉണ്ണികൃഷ്ണൻ, ജീവൻ, ഷാഹിൽ, കിരൺ, അനിൽകുമാർ, ഷഫീഖ്, ലെനിൻ രാജ്, രാഹുൽ, ഉണ്ണിദാസ് തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷയിലാണ് ഉത്തരവ് പറഞ്ഞത്. പ്രതികൾ കൊലവിളിയുമായാണ് ED ഉദ്യോഗസ്ഥരുടെ നേരെ പാഞ്ഞെടുത്തത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നും ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A. സന്തോഷ് കുമാറും ED അഭിഭാഷകൻ സന്തോഷ് ജോസും വാദിച്ചിരുന്നു. പ്രതികളുടെ പ്രവൃത്തി ലഘൂകരിച്ചു കാണാൻ കഴിയില്ലെന്നും അക്കാര്യം കോടതി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചതിന് പിന്നാലെയാണ് ജഡ്ജി ദൃശ്യങ്ങൾ പരിശോധിച്ചത്. സംഭവത്തിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിന് പ്രതികളിൽ ചിലരുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ മെയ് 27 ED ഉദ്യോഗസ്ഥർ 8 മണിക്കൂറോളം നീണ്ട മിന്നൽ പരിശോധന നടത്തിയത്. റെയ്ഡ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് മടങ്ങിയ വാഹനങ്ങൾ വളഞ്ഞ CPM, DYFI, SFI പ്രവർത്തകർ കാറുകൾ ആക്രമിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെയ്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള.
ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ആവേശ പോരാട്ടം. മത്സരത്തിൽ ഹാഫ് ടൈമിലെത്തുമ്പോൾ അർജന്റീനയ്ക്കെതിരെ ഈജിപ്ത് 1 ഗോളിന് മുന്നിലാണ്. യാസർ ഇബ്രാഹിമാണ് ഗോൾ നേടിയത്. അതേസമയം ഫൗളിന്റെ ഭാഗമായി അർജന്റീനയ്ക്ക് ലഭിച്ച പെനാൽറ്റി മെസ്സി പാഴാക്കി. ഈജിപ്ത് ഗോളി മുസ്തഫ ഷബൈറാണ് മെസ്സിയുടെ പെനാൽറ്റി തടുത്തത്. സംസ്ഥാനത്തും ഫുട്ബോൾ ആവേശമാണ്. എറണാകുളം കറുകപ്പള്ളിയിൽ നിന്ന് കെ പ്രശാന്തും തിരുവനന്തപുരം ലോ കോളേജിന് മുന്നിൽ നിന്ന് ആതിര രാധാകൃഷ്ണനും ചേരുകയാണ്. ആദ്യം കെ പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്തെ, നമുക്കറിയാം സ്വാഭാവികമായും അർജന്റീനൻ ആരാധകരാണ് കേരളത്തിൽ കൂടുതലുള്ളത്. ഇപ്പോൾ മെസ്സി ഒരു പെനാൽറ്റി പാഴാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആവേശത്തിന് അല്പം മങ്ങലേറ്റിട്ടുണ്ടോ അവിടെ? ശ്രീജ, ഇവിടെ വലിയ ആവേശം തന്നെയാണ്. ആ ആവേശം അർജന്റീന പിന്നിലായതിന്റെ ആവേശമാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വരുമ്പോഴേക്ക് ബ്രസീലിന് വലിയ ആരാധകരുള്ള ഒരു സ്ഥലമാണ് കറുകപ്പള്ളി. അതോടൊപ്പം തന്നെ ഫ്രാൻസിന്റെ ആരാധകരുണ്ട്, ഇംഗ്ലണ്ടിന്റെയും ജർമ്മനിയുടെയൊക്കെ ആരാധകരുണ്ട്. അവരൊക്കെ തന്നെ അർജന്റീനയ്ക്കെതിരെ ഈജിപ്ത് ഗോൾ അടിച്ചതോടുകൂടി തന്നെ വലിയ ആവേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അതിനു മുമ്പ്, അതായത് അർജന്റീന ആരാധകരാകട്ടെ, അവർ മെസ്സിയുടെ അവർ ബ്രസീലിന്റെ കളിക്കാരുടെ പതാകകൾ പുതപ്പിച്ച കളിക്കാരുടെ ഒരു രൂപം പതാകകൾ പുതപ്പിച്ച് ഇവിടെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ വലിയ തരത്തിൽ, അതായത് ഈ ആവേശമുണ്ട് ഒരു സ്ഥലത്ത്, അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതിശക്തമായ രീതിയിൽ തന്നെ പരസ്പരം കൂക്കി വിളിച്ചുമൊക്കെ തന്നെയാണ് ഈ മത്സരത്തിന്റെ ആവേശം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യ പകുതിയിൽ ശ്രീജ പറഞ്ഞ പോലെ തന്നെ ആദ്യ പകുതിയിൽ ഈജിപ്തിന്റെ ആധിപത്യം എന്ന് നമുക്ക് പറയാം. അതായത് വളരെ കൃത്യമായി തന്നെ കൃത്യമായ ഡിഫൻസ് ഈജിപ്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഒപ്പം തന്നെ അതിശക്തമായ മുന്നേറ്റമാണ് മുഹമ്മദ് സലയുടെയും അതുപോലെ അഷോറിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ മിഡ്ഫീൽഡ് ആണ് ഈജിപ്തിന്റെ കളി ഈ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും അർജന്റീന ആരാധകരെല്ലാം തന്നെ വലിയ ആവേശത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അവരൊക്കെ തന്നെ ഇവിടെയുണ്ട്. ആദ്യ പകുതിയിൽ 1 ഗോൾ പിന്നിലാണ്. ഇല്ല, അങ്ങനെ ജയിക്കും ചേട്ടാ, അങ്ങനെ ജയിക്കും. അടുത്ത കളി നല്ല അടിപൊളിയായിട്ട് കളിക്കണ. പക്ഷെ ഇവര് കാണിച്ചൊക്കെ തെണ്ടിത്തരോ? ഈ റൊണാൾഡോന് കളി കഴിയാതെ പോകാൻ പറ്റുമോ? ഒരു കളി കഴിയാതെ ഇപ്പോഴും മെസ്സി ഒരു പെനാൽറ്റിയാണ് മെസ്സി ഒരു റെക്കോർഡും കൂടി ഇട്ടെന്ന് അർജന്റീനയ്ക്ക് ഇവിടെ പ്ലേ ഗ്രൗണ്ടില് സെവൻസ് കളിക്കാൻ വന്ന ആൾക്കാരൊക്കെ തിരിച്ചടിച്ചേക്കണ്. അൻസാരി എന്ന് പറഞ്ഞ ആരാണ്ട് മെസ്സിക്ക് റെക്കോർഡാണ്. ഗോട്ട് മെസ്സിക്ക് പെനാൽറ്റി അടിക്കാൻ അറിയാൻ പാടില്ല. ഗോട്ടാണ് ഗോട്ട്. ഇതാണ്, അതായത് വലിയ ആവേശമാണ്. ഇവര് ഇതിൽ കുറച്ച് ഫ്രാൻസുകാരുണ്ട്. നമ്മളെ ഇപ്പോൾ സംസാരിച്ച ആളൊക്കെ കഴിഞ്ഞ തവണ ഫ്രാൻസിന് വേണ്ടി ഇവിടെ വലിയ രീതിയിൽ ആവേശം കൊണ്ട ആളുകളാണ്. അങ്ങനെ ഫ്രാൻസുകാരുണ്ട്. ഒപ്പം തന്നെ തള്ളിപിടിക്കണത് ഞങ്ങൾക്ക് ഫ്രാൻസിനുള്ള കപ്പ്. ഈ കപ്പ് ഫ്രാൻസിനുള്ളതാണ്. ഫ്രാൻസിന് കപ്പുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇപ്പോഴും അർജന്റീന ആരാധകർ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. അർജന്റീന ആരാധകർ ഇപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഇതാണ്, അതായത് ബ്രസീല് പോയി, ജർമ്മനി പോയി, ഇനി അർജന്റീനയും പോകും, പോർച്ചുഗലും പോയതുകൊണ്ട് അർജന്റീനയും പോകുമെന്ന് പറയുന്ന ആരാധകരൊക്കെ തന്നെയുണ്ട്. ഏതായാലും അർജന്റീനയുടെ ആരാധകരെ സംബന്ധിച്ച് അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ആദ്യ ഹാഫേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ അടുത്ത പകുതിയോടുകൂടി തന്നെ ടീം കൃത്യമായ ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മൊമെന്റം തിരിച്ചെടുക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഒരു 60 മിനിറ്റോടുകൂടി തന്നെ ടീമിൽ ഇപ്പോൾ നിലവിൽ കളിക്കുന്ന ലൈനപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോർത്താരോ മാർട്ടിനസ് അടക്കം ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചേഞ്ച് വരുന്നതോടുകൂടി തന്നെ കുറച്ചുകൂടെ വേഗത, മൂർച്ച അർജന്റീനൻ മുന്നേറ്റത്തിന് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈജിപ്തിന്റെ ഗോളിയുടെ മികവ് തന്നെയാണ്. മെസ്സിയുടെ പെനാൽറ്റി തടുക്കുന്നു. അതോടൊപ്പം തന്നെ സുവർണ അവസരങ്ങളെന്ന് കരുതിയ നിരവധി അവസരങ്ങൾ തടുത്തിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് അർജന്റീന 1-0 പിന്നിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഏതായാലും ഹാഫ് ടൈമാണ്. അടുത്ത പകുതിയിൽ ആരായിരിക്കും ആധിപത്യം എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഗോളിൽ തന്നെ ഈജിപ്ത് മുന്നോട്ട് പോകുമോ എന്നുള്ളത് നമുക്കറിയേണ്ടത്. ഏതായാലും മുഹമ്മദ് സലയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ആക്രമണമാണ് ഈജിപ്ത് മുന്നോട്ട് വെക്കുന്ന. പ്രത്യാക്രമണം അർജന്റീനയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതിന് മറുപടി, ഈ ഒരു ഗോളിന് മറുപടി എത്ര ഗോളാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗോളിൽ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ശ്രീജ, തീർച്ചയായും പ്രശാന്ത്, എന്തായാലും ഈ വേൾഡ് കപ്പിലെ ഒരു ആവേശം അങ്ങ് മത്സരത്തിൽ കാണുന്നതിനേക്കാൾ വലിയൊരു പോരാട്ടം തന്നെ ഇവിടെ നമുക്ക് ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. തിരുവനന്തപുരം ലോ കോളേജിന് മുന്നിൽ നിന്ന് ആതിര കൂടി ചേരുകയാണ്. ആതിര, അവിടെ പൊരിഞ്ഞ പോരാട്ടമാണ് എറണാകുളത്ത് പ്രശാന്ത് നമുക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ ആതിര നിൽക്കുന്നിടത്ത് എങ്ങനെയാണ്, അവിടെ അർജന്റീനൻ ആരാധകരാണോ കൂടുതലുള്ളത്?
ശ്രീജ, തീർച്ചയായിട്ടും ഈ ഫിഫ ലോകകപ്പ് തുടങ്ങിയത് മുതൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തും ആ ആഘോഷത്തിനും അരവത്തിനുമൊന്നും ഒട്ടും കുറവില്ല. ഈ എല്ലാ ദിവസവും മത്സരമുള്ള ദിവസങ്ങളിൽ ഇവിടെ ഇങ്ങനെ നിരവധി ആരാധകർ തടിച്ചു കൂറാറുണ്ട്. ഇന്നിപ്പോൾ ഈ മത്സരത്തിന്റെ ഹാഫ് ടൈം കഴിയുമ്പോൾ ഈജിപ്താണ് ഒരു മുൻതൂക്കം നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും അർജന്റീന ആരാധകർ വളരെ വലിയ പ്രതീക്ഷയിലാണ്. കാരണം സെക്കൻഡ് ഹാഫ് സമയം തുടങ്ങുന്ന സമയത്ത് ഒരു പക്ഷെ പഴയ ഫോമിലേക്ക് ടീം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എല്ലാവരും അർജന്റീന ആരാധകരാണോ? നെയ്മറൊക്കെ പോയല്ലോ. കുറെ പേരുണ്ട്, അത് നോക്കണ്ട. നമ്മൾ അർജന്റീനക്കാര്. ഈജിപ്താണ് ഒരു ഗോളൊക്കെ അടിച്ച് മുന്നിൽ നിൽക്കുന്നത്. തിരിച്ചു വരുമോ? ജയിക്കുന്ന ഉറച്ച വിശ്വാസത്തിലാണ്. അപ്പൊ അത്തരത്തിൽ ഇവിടെ പല ടീമുകളുടെ അംഗങ്ങളുണ്ട്. അർജന്റീന ആരാധകർ മാത്രമല്ല, അർജന്റീന തോൽക്കുന്നത് കാണാനും ജയിക്കുന്നത് കാണാനും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി ഏത് ടീമോ? ബ്രസീല. അപ്പൊ ഇതിലിപ്പോ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആരാണെങ്കിലും ജയിച്ചോട്ടെ, എന്നാലും നമ്മൾ പുറത്തായോളൂ. ആർക്ക് ജയിച്ചാലും ഹാപ്പിയാണ്. നിങ്ങളൊക്കെ ഏത് ആരാധകരാ? അർജന്റീന ജയിക്കും. ഇപ്പൊ ഈജിപ്താണ് മുന്നിൽ നിൽക്കുന്നത്. ഒരു ഗോൾ അടിച്ചു. അർജന്റീനയ്ക്ക് ഒന്നുപോലെ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സെക്കൻഡ് ഹാഫ് അടക്കിയല്ലേ സമയം, ആ സമയത്തിനുള്ളിൽ അടിക്കും. ബ്രസീലിനൊക്കെ സംഭവിച്ചതുപോലെ പുറത്താവോ? അങ്ങനെ പുറത്താവില്ല. ആ ഉറച്ച വിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഉറച്ച വിശ്വാസത്തിൽ അർജന്റീന തിരിച്ചു വരും. ഹാഫ് ടൈം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും സമയമുണ്ട് അർജന്റീനയ്ക്ക് തിരിച്ചു വരാൻ എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ആരാധകരും ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അത്രത്തോളം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനം ഒട്ടാകെയുള്ള അർജന്റീന ആരാധകർ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അർജന്റീന തിരിച്ചു വരുമോ? തിരിച്ചു വരും, ഉറപ്പുണ്ട്. ഈജിപ്താണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. ഈജിപ്ത് നല്ലപോലെ കളിക്കുന്നുണ്ട്. പക്ഷെ അർജന്റീന പ്രതീക്ഷിച്ചതാണോ ഈജിപ്ത് ഇത്രത്തോളം പിടിച്ചു നിൽക്കുന്നത്? പ്രതീക്ഷിച്ചു. അവർ കളിക്കുമെന്ന് വിചാരിച്ച്, ഇത്രയും വിചാരിച്ചില്ല. കളിക്കുന്നുണ്ട് നല്ലപോലെ. ഇനി അടുത്ത സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരുന്നുള്ള പൂർണ്ണ പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുണ്ട്. തിരിച്ചു വരണം. തിരിച്ചു വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കും. തീർച്ചയായിട്ടും. അപ്പൊ അത്തരത്തിൽ വിവിധ ടീമുകളുടെ ആരാധകർ ഇവിടെ ഉണ്ട്, പുറത്തായ ടീമുകളുടെ ആരാധകരുമുണ്ട്. ഏതായാലും അർജന്റീന തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആരാധകർ മുഴുവൻ ഉള്ളത്. തീർച്ചയായും ആതിര, എന്തായാലും നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്തു നിന്ന് ശക്തമായി തിരിച്ചു വന്ന ചരിത്രമുണ്ട് അർജന്റീനയ്ക്ക്. ആ ചരിത്രം ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തും അർജന്റീനൻ ആരാധകരുള്ളത്. സ്കലോണി എന്ത് മാന്ത്രികതയാണ്, മാജിക്കാണ് ഇനി അടുത്ത മണിക്കൂറുകളിൽ കാണിക്കാൻ പോകുന്നതെന്ന് അവർ ഉറ്റുനോക്കുകയാണ്. എന്തായാലും നമ്മൾ ഫുട്ബോളിൽ നിന്ന് നേരെ ക്രിക്കറ്റിലേക്കാണ് ഇനി പോകുന്നത്. ഇന്ത്യക്കെതിരായ 3-ാം T20 ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുകയാണ്. ഇംഗ്ലണ്ട് 1 വിക്കറ്റ് നഷ്ടത്തിൽ 53 റൺസ് എന്ന നിലയിലാണ്. 36 റൺസ് എടുത്ത ജോസ് ബട്ട്ലറാണ് പുറത്തായത്. ടോസ് നേടിയ ഇന്ത്യ ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് അയക്കുകയായിരുന്നു. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 1-0 ഇംഗ്ലണ്ട് മുന്നിലാണ്.